जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. അങ്ങനെ സ്കൂള് കൂട്ടി സമാധാനായി. ഇനി ഹൈസ്കൂളിൽ പോണ്ടേ? നടന്നു നോക്ക് ശരിയാവൂല. വീട്ടിൽ പോയിട്ട് സൈക്കിൾ വാങ്ങിച്ചു തരാൻ പറയണം. എടാ നീയോ? നോക്കട്ടെ. എടാ ഈ അമ്പലക്കുളത്തിൽ കുളിക്കാൻ വന്നാലോ? അമ്മേനെ കാണാണ്ട് മോണ്ട് വരും. നോക്കട്ടെ. ഓക്കേടാ. ആടാ. ഏട്ടന്റെ സ്കൂള് പൂട്ടിയാ? പൂട്ടി. നമ്മളെയും പൂട്ടി. എന്റെ സ്കൂള് പൂട്ടിയിട്ടില്ല. നിന്റെ ഒരിക്കലും വിടൂലാണ് വക്രൂസ്. അയ്യേ പക്രൂസ്. എന്നാടാ കുഞ്ഞിനെ കളിയാക്കുന്നു. അമ്മയെ അച്ഛനോടുത്തു. എന്തിനാണ്? ഒന്നുമില്ല, അമ്മ പണിക്ക് പോയിട്ടാ. കച്ചവടം കുറവാവൂലും മോനെ, അതുകൊണ്ട് മുതലാളി വരണ്ട പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ സൈക്കിൾ വാങ്ങുക? സൈക്കിളാ? പിന്നെ 8ാം ക്ലാസ് പോകുമ്പോ ഞാൻ എങ്ങനെ പോവുക? ഓ, ഞാനിൽ നടന്നിട്ടാ പോയിനി. അത് പണ്ടല്ല അമ്മ, ഇപ്പൊ എല്ലാവർക്കും സൈക്കിൾ ഉണ്ട്. അപ്പൊ ഈ സൈക്കിളിന് എത്ര പൈസയാവും? നീ ചായ കുടിക്ക്. പുതിയതിന് ഒരുപാട് പൈസയാവും. എനിക്ക് സെക്കൻഡ് ഹാൻഡ് മതി. അതിനോ? ഒരു 3000 ഉറുപ്പ്യാവും. എന്റെ അമ്മേ, ഇതിനെല്ലാം എങ്ങനെയാണ് അമ്മ പൈസ ഉണ്ടാക്കണ്ട്? ദീപം 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 ദീപം. ആരില്ലടി ഇവിടെ? അച്ഛൻ വന്നിട്ട. എന്നാടാ? ഒന്നുമില്ല. ഓ, ചെക്കൻ എന്തോ സ്വപ്നം കണ്ടിട്ടാണ് നാമം ജപിച്ച് കിടക്കണം. അതെങ്ങനെയാണ്? അച്ഛനെ പോലെയല്ലേ ആവൂ? ഓ പിന്നെ, അല്ലാതെ എന്റെ തന്തയെ പോലെ ആവാം. ആർക്കും വേണ്ടാത്തതിന് എന്റെ തലയിൽ കെട്ടിവെച്ചതും പോരാ, ഒടിച്ചത്. മനുഷ്യ, എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കണ്ട. എന്ത് ചെയ്യാനാ, എന്റെ വിധി. എടാ പോന്ന്. ഇങ്ങനെ തെണ്ടി നടന്നോ? എല്ലാം ഇത് എന്ത് കാലാവസ്ഥയാണ്? പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴും പിന്നെ പ്രളയത്തിന് സാധ്യതയുണ്ട് മിക്കവാറും എന്നാ പറയപ്പെടുന്നു. അറിയാമോ? എന്താടാ രാവിലെ തന്നെ സ്കൂള് കൂട്ടി. എനിക്കൊരു പണിയാക്കി തരുമോ? പണിയാ? പണിയില്ല അതിൻ്റെ അല്ല, പക്ഷേ നിന്നെയൊക്കെ ഇപ്പം പണിക്കാക്കി തന്നാൽ ഇപ്പം വലിയ പ്രശ്നമാണ് ഈ സമയത്ത്. എന്തെങ്കിലും പണിയായാൽ മതി, ഹോട്ടലിലായാലും മതി. അതാകുമ്പോൾ ആരും കാണൂലല്ലോ.
എടാ ഹോട്ടലിൽ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അച്ചോട്ടാ ഒരാളെ വേണമെന്ന് പറഞ്ഞില്ലേ പണിക്ക്? നീ എവിടെയാ പോയിനി? അത് ഞാൻ പ്രമോദനെ കാണാൻ പോയതാ. എന്തിനീ? അത് ഹോട്ടലിൽ പണിക്ക് വെച്ചതാ. ഹോട്ടലിൽ പണിക്ക് പൊറോട്ട അടിക്കാനാ? അല്ല അമ്മേ, മേശ കൊടുക്കാനും പാത്രം കഴുകാനും എല്ലാം ആള് വേണം പോലും. ഒരു ദിവസം 100 ഉറുപ്പിക കിട്ടും പോലും. അപ്പൊ എനിക്ക് സൈക്കിൾ പണിക്കാലാ. അത് വേണോ മോനെ? അതിനെന്നാ അമ്മേ, നമ്മുടെ മഹാന്മാരായ APJ അബ്ദുൽ കലാമും KR നാരായണനും ഒക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടാ പഠിച്ചതെന്ന് അറിയോ? ആ കഷ്ടപ്പാട് നമുക്കുണ്ടോ? എനിക്കിപ്പം പോണം. ഇപ്പോഴോ? അപ്പൊ നിന്റെ തുണിയും കുപ്പായൊന്നും വേണ്ടേ മോനെ? ആ വേണം അമ്മേ, വേഗം എടുത്തു നോക്ക്. 2 പാന്റ് വെച്ചാ പോരെ മോനെ? ഇത് ഇങ്ങനെയല്ലടാ, എനക്കറിയാം. ഓ എന്നാ വെക്ക്. അമ്മേ, അച്ഛനടി പോയേ? പോയി കള്ളുടിക്കാൻ. കഷ്ടം. നേരത്തെ പോയില്ലെങ്കിൽ തീർന്നു പോവില്ലേ? ഏട്ടൻ എവിടെയാ പോന്ന്? ആലുണ്ട്. എടാ സഞ്ചിയിലാണ് ഏട്ടനി. സാരില്ല. ഇന്ന നോക്കണേ മോനെ. ആമേ ശരിയാ. ചാച്ചാ ചാച്ചാ, ഏട്ടൻ എന്തിനാ പോന്നമ്മേ? പാവം എന്റെ മോൻ. കൊട വേണോ മോനെ? ആ വന്നല്ല തൊഴിലാളി. പോട്ടപ്പ. ഇന്നോ ഹലോ. ഹലോ എടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിയമമെല്ലാം കുറേ കർശനല്ലേ. ബില്ലിങ് ഞാനും ശ്രദ്ധിക്കൂല. എടാ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ല. ഓന് കുഴപ്പമില്ലല്ലോ. എന്നാ ഞാൻ പിന്നെ അവിടെ എത്തി വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അടുത്ത വിളിക്ക്. ശരി ശരി, ഓക്കേടാ. എന്നാ പോവാം. എടാ നീ അടുത്താ? ആ ഞാൻ അവിടെ എത്തി. ഞാൻ നേരിക്ക് ഫോൺ കൊടുക്കട്ടോ. എടുക്കാം ശോട്ടനോ? ഹലോ. ആ എടാ രജിഷേ. ആ ചോട്ടാ പറ. ആ പിന്നെ അത് നമ്മുടെ സ്വന്തം പയ്യാണേ. നീ ഒന്ന് ഓനെ സഹായത്തിന് കൊടുക്കണം. ഒരു പാവപ്പെട്ട വീട്ടിലെ ചെക്കനാണ്. നീ എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതി. ആ എന്തെങ്കിലും കൊണ്ട് അങ്ങനെ വിളിക്ക്. ശരി എന്നാൽ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാ എന്നാ അശോട്ടാ തന്നെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആ ആ ഈ വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ടോ. എന്നാ പിന്നെ ഓക്കെ. ഏട്ടാ എവിടുന്ന് ഡ്രസ്സ് മാറണ്ടേ? എൻ്റെ ബാക്കിലേക്കൂടെ അങ്ങോട്ട് പോയാൽ കേട്ടോ.
ഹലോ. ആ മാഷെ നമസ്കാരേ. ആ എന്താ ശോഭ വിളിച്ചേ? മാഷെ നമ്മുടെ തെക്കൻ കരുണില്ലേ? ഏതാ കള്ളും കുടിച്ച് നടക്കുന്നവനാ? അതെ അതെ, മോനോട്ടിട്ടാണേ. ഓന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് സൈക്കിൾ കൊണ്ടെടുക്കാൻ പറ്റും. പക്ഷേ ചെക്കൻ ഒരു പണി എൻ്റെ ഹോട്ടലിലെ പണിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ട് വന്നില്ലേനു. ഇപ്പോൾ ഇത് നടക്കില്ല മാഷെ, പണിയൊന്നും ഇപ്പോൾ നടക്കില്ല. എന്നിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ ഒരു പണിയൊക്കെ കൊടുത്തിന്. അപ്പം മാഷ് വരച്ച ഒരു സൈക്കിള്. അശോക, ഞാൻ ഇതുവരെ സൈക്കിളൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നെ നിന്നെ തിരിച്ച് വിളിക്കാം. ആ ആ ശരി മാഷെ. രായേട്ടാ, ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട്. ഓ അതെയാ മോനെ, ഈ പണി വിചാരിച്ച് നിൽക്കില്ലാട്ടാ, നല്ലോണം പഠിക്കണേ. രായേട്ടാ, ഞാൻ പഠിക്കൂ. ഓ നീ റെഡിയായ? ഈ സ്പാൻഡർ സെറ്റെല്ലാം തുടച്ച് റെഡിയാക്കി വെച്ചിട്ട് 8 മണിയാകുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോട്. ഗൗതം എന്നാണ് ഓട്ടോൻ്റെ പേര്, ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാടെ വെച്ചോ. ഞാൻ പോകുമെന്ന്. ഞാൻ അഥവാ നേരം വൈകിട്ടുണ്ടെങ്കിൽ നീ താക്കോല് കൂട്ടിയിട്ട് ഷട്ടറിൻ്റെ അടിയിൽ വെച്ചേ. സൈക്കിൾ കാണിച്ചിട്ടാകുമ്പോൾ നീ ഇങ്ങോട്ടെല്ലാം വരണം കേട്ടാ. എത്ര സമയം കാത്തിക്കടാ, കയറാ. എന്താണ് എൻ്റെ പേര്? തന്തി നിന്നോട് എനിക്ക് പൈസ ഇടാ. ഇങ്ങോട്ടാ എന്റെ പൈസ, എന്റെ പൈസ മുണ്ടാണുകളാ. ഒരുപാട് ഉണ്ടല്ലോടാ. ഏട്ടാ, എനിക്ക് സൈക്കിൾ വാങ്ങിക്കേണ്ട പൈസയാണ്. അമ്മേ, അമ്മേ വാതിലോർക്കമ്മേ. എന്തോ പറ്റി? നീ എന്ന് ഈ സമയത്ത് മോനെ? അല്ല പറയാമേ, നമ്മൾ പേടിച്ച പോലെ. ഒന്നുമില്ല അമ്മേ. വാ, ചോറിലുള്ള എൻ്റെ മോനെ. വേണ്ടമ്മേ, പഴം മതി. ഇതാ മോനെ, ചായ കുടിക്കേ. ഇതാ അമ്മ പൈസ. പൈസയാ? ഇങ്ങോട്ട് കൊണ്ടാടാ. പൈസ ഉണ്ടാടിക്കടേ, മനുഷ്യൻ കള്ളു കുടിക്കാൻ പൈസ ഇല്ല. നിങ്ങൾ ഒരു കാലത്തും നന്നാവൂല മനുഷ്യ.
ആരാ മോനെ? അമ്മ. ആ മാഷ്. എന്താടോ ഓ മാഷാ, മാഷെന്ന് ഈ വഴിക്ക്? അർജുൻ ഒരു സൈക്കിൾ കൊടുക്കാൻ വന്നതാ. എനിക്ക് കുറച്ച് വീടുകളിൽ കൂടി പോകാനുണ്ട്. വാ മോനെ അർജുൻ. പോയിക്കോടാ. ആ ആ മോനെ ശരി, നന്നായി പഠിക്കണം കേട്ടാ. മാഷ് പോവാ. ആ